നിസ്കാരത്തിലെങ്ങാനും നിങ്ങൾ ഒരു മനുഷ്യന്റെ മൊബൈൽ സന്ദേശം നോക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിൽ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് പോയി. നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ബാത്തിലാവില്ല, അത് ഹറക്കത്ത് കൊണ്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ പടപ്പുകളിലേക്ക് നോക്കുന്നത് അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന സൂഉൽ അദബല്ലേ, അച്ചടക്കേടല്ലേ അത്? അള്ളാന്റെ മുമ്പിൽ റബ്ബേ നീയാണ് ഏറ്റവും വലുത്, നിന്റെ വിഷയമാണ് വിഷയങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ, ഫ്ലൈറ്റ് മോഡിൽ വെക്കാതെ, ഓഫ് ചെയ്ത് വെക്കാതെ, ഓൺ ആകുമ്പോ മേലെ കിടക്കുമ്പോ ആരാ വിളിച്ചത് എന്ന ആളിന്റെ പേര് നിങ്ങൾ നോക്കുന്നതോടുകൂടെ അള്ളാന്റെ ഹളറത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ലയോ? പോയോ? ഒരു മനുഷ്യൻ, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാന്ന് വിചാരിച്ചോ, ഇനി ഫർള് നിസ്കരിക്കാന്ന് വിചാരിച്ചോ, ഒരു മനുഷ്യൻ വന്ന് വാതിൽ തുറക്കട്ടെ വരട്ടെ എന്ന് പറയുമ്പോ അതേ നഅം അറബിയിലോ ഏത് ഭാഷയിലോ കടന്നു വരട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോ യെസ് എന്ന് പറഞ്ഞു, നിസ്കാരം ബാത്തിലാകും. നിസ്കരിക്കുന്നവന്റെ മുമ്പിലേക്ക് ഒരാൾ എന്തെങ്കിലും തടസ്സം കൊണ്ടുവന്നാൽ ഒന്ന് മാറ്റിയിട് എന്ന് പറഞ്ഞാൽ, അതൊന്ന് നീക്കിവെക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ, മക്കളെയോ കുട്ടികളെയോ പേരെടുത്തിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ നേരിട്ട് വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ്.